ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിടിലൻ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ബ്രെഡും ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു അടിപൊളിയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്നാക്കിലേക്ക് ഞാനിതാ 250 ഗ്രാം അളവിൽ ചിക്കൻ, കുറച്ച് ബട്ടറിൽ കുറച്ച് മഞ്ഞൾ, കുരുമുളക് പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാൻ നോക്കിയിട്ടെങ്കിൽ നമുക്ക് സ്നാക്കിൽ നിന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിനിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാനൊരു ചെറിയ പീസും കൂടി ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബട്ടറിൽ വെളുത്തുള്ളി വഴറ്റുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുമല്ലോ, നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ സവാള ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരക്കപ്പ് ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കാണ് എടുത്തിട്ടുണ്ടായത്, അതും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഓവർ സോഫ്റ്റ് ആവരുത്, നമുക്കിതിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു രീതിയിലൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ പീസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു കുരുവും വെള്ളമൊക്കെ വരുന്ന പാർട്ടിൽ അത് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരല്പം ഉപ്പ് നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ടൊരു ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ആക്കി വെച്ചിട്ട് ചിക്കൻ പീസസിലെ അത് മൊത്തത്തിലായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കേണ്ടത്, നമ്മൾ പിസയ്ക്കൊക്കെ ചേർക്കുന്നില്ല ആ ഒരു ഒറിഗാനോയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് നമ്മൾ വേറെ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും ഇട്ടില്ല. അതുകൊണ്ട് തന്നെ ചില്ലി ഫ്ലേക്സ് എരിവ് നോക്കി ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ചിക്കനിലും മസാലയിലൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്, ആവശ്യമുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏതാണ്ട് നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങിനെ ഒരു സൈഡിലേക്ക് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്പേസ് ആക്കി കൊടുക്കാം. നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതിലേക്കൊരു കുഞ്ഞു പീസ് അളവിൽ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽട്ടായി വരുന്ന സമയത്ത് ഒരു 3/4 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ചെറിയൊരു ക്രീമി ടെക്സ്ചർ നമ്മുടെ ഫില്ലിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു വൈറ്റ് സോസ് പോലെ റെഡിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ബട്ടറിൽ കിടത്തിയിട്ട് നല്ലപോലെ മൈദയൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ കളർ മാറി തുടങ്ങുമ്പോൾ ഫില്ലിങ്ങിൽ മൊത്തത്തിലായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മിക്സാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ക്രീമി ടെക്സ്ചറായിട്ട് നമ്മുടെ ഫില്ലിങ് റെഡി ആയി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിക്കായി വന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 4 സൈഡും ഒരേ രീതിയിൽ ഉള്ളതായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് പാർട്ട് വേസ്റ്റ് ആവാതെ നല്ലൊരു അടിപൊളിയായിട്ട് സ്നാക്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത പോലെ എടുക്കുക. എന്നിട്ട് ഒരു ബോട്ടിലിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഇതുപോലെ കുക്കി കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനത്തെ സംഭവം എടുക്കുക, അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പ് കൊണ്ടോ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാൻഡ്വിച്ചൊക്കെ പോലെ മുഴുവനായിട്ട് ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെയും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ ഈ ഒരു റൗണ്ട് ഷേപ്പായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ചെറിയൊരു ബ്രൗൺ പാർട്ടൊന്നും കഴിഞ്ഞെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ഒരുപാട് അങ്ങനെ വേസ്റ്റ് ആവാണ്ട് കിട്ടുമല്ലോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയില്ല, ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു സ്ലൈസ് ബ്രെഡ് കട്ട് ചെയ്തത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസോ കെച്ചപ്പോ അല്ലെങ്കിൽ മയോണൈസോ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സോസ് ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ സോസ് ഒഴിച്ചിട്ട് നമ്മുടെ സെക്കൻഡ് പാർട്ടും ഇല്ലേ അതിലേക്കും ഇതുപോലെ തന്നെ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എത്രയാണോ ഫില്ലിങ് നമ്മുടെ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് അങ്ങനെ ഇളകി പോകുന്ന പ്രശ്നമൊന്നുമില്ല, നമ്മൾ കാരണം ചെറിയൊരു ക്രീമി ആയിട്ടല്ലേ നമ്മൾ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒട്ടി നിന്നോളൂ. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് ആ ഒരു പീസില്ലേ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. നല്ലപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, ഫില്ലിംഗ് ഒക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് ഇത്രയും സ്നാക്കാണ് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ ഓരോ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് സ്നാക്കിൻ്റെ അളവിൽ വ്യത്യാസം വരും. പിന്നെ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നന്നായിട്ട് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിന് പകരം നെയ്യ് എടുക്കുക, ഓയിൽ എടുക്കുക, പക്ഷേ ബട്ടറിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ സ്നാക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 4 എണ്ണമായിട്ട് ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമ്മൾ നോർമൽ ബട്ടറിൽ ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക, അതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കളർ ആകുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് എടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി
ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ഒരു സ്നാക്ക് ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു ഫില്ലിങ്ങും ബട്ടറിലൊക്കെ സോട്ട് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ്. എന്തായാലും ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലിംഗ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്